രസമുണ്ട് എന്റെ കേട്ടോ. എനിക്ക് വെച്ചാൽ ഇവിടെ ഒരു ബേബി ഫേസ് ഫീൽ ചെയ്ത് ലിറിക്സ് എത്തിച്ചില്ല കേട്ടോ. എനിക്ക് ലിറിക്സ് എത്തിക്കാനുള്ള ഒരു പേഷ്യൻസ് ഇല്ലായിരുന്നു. Hey guys, welcome back to my channel guys, welcome back to my video. So guys, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പുതിയൊരു ആക്ഷൻ ആയി. സോ ഇന്ന് നമ്മൾ റിയാക്ട് ചെയ്യാൻ പോകുന്നത് BTS ആണ്. സോ എനിക്കൊന്ന് കുറച്ച് അധികം ദിവസം, കാരണം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഏകദേശം BTS കണ്ടന്റ് കുറെ ഇട്ടുകൊണ്ടിരുന്നത്, കാരണം ഏറ്റവും കൂടുതൽ റെക്കമെൻഡേഷൻസ് ആയി നമുക്ക് BTS ആണല്ലോ. സോ BTS എന്തെങ്കിലും ചെയ്തോണ്ടിരുന്ന പിന്നെ ഞാൻ ഇടയ്ക്ക് വെച്ച് കൊടുക്കുന്ന എല്ലാ സ്റ്റാൻഡ്സിനും വേണ്ടിയിട്ട് ചെയ്യണമല്ലോ. അതുകൊണ്ടാണ് പിന്നെ എല്ലാ സ്റ്റാൻഡ്സിനും കൂടെ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയാണ് കുറെ വീഡിയോസ് ചെയ്യുന്നത്. സ്ട്രേ കിഡ്സ്, ഹൈബ്, TXT, ട്വൈസ്, ബ്ലാക്ക് പിങ്ക്, അങ്ങനെ കുറെ ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിൽ. സോ ആദ്യമായിട്ട് ചാനൽ കാണുന്നെങ്കിൽ ആരെങ്കിലും ജസ്റ്റ് ചെക്ക് ഔട്ട് ചെയ്യുക. പിന്നെ ആ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ നമ്മളിപ്പോ വന്നിരിക്കുന്നത് BTSന്റെ സേവ് മീ ആണ്. ആക്ച്വലി ഈ സേവ് മീ പറ്റി പറയുകയാണെങ്കിൽ ആക്ച്വലി പ്രിപ്പയർഡ് ആയിട്ട് വന്നില്ല. സേവ് മീ ചെയ്യണമെന്ന് ഓർത്തല്ല ഞാൻ വന്നത്. ഞാൻ അടുത്ത് BTS ചെയ്യുന്നത് ബുള്ളറ്റ് പ്രൂഫ് എറ്റേൺസ് ഇല്ലേ, ബുള്ളറ്റ് പ്രൂഫിന്റെ അത് ചെയ്യാൻ, ബുള്ളറ്റ് പ്രൂഫിന്റെ അത് ചെയ്യാൻ ഓർത്തിരുന്നത്. പക്ഷേ ഞാൻ കഴിഞ്ഞ ദിവസം ഇന്നലെ ഞാൻ BTSന്റെ പ്ലേലിസ്റ്റ് സോങ് ഇട്ടുകൊണ്ടിരുന്നപ്പം സേവ് മീ ട്രാക്ക് കണ്ടു. അപ്പൊ എനിക്ക് പെട്ടെന്ന് കേൾക്കണമെന്ന് ആഗ്രഹം. കാരണം ആക്ച്വലി സോങ് എന്ന് പറയുമ്പോൾ ഞാൻ ശരിക്കും കുറെ ആൾക്കും ഒരു 5 വർഷമെങ്കിലും ആയിട്ടുണ്ട് ഈ സോങ് കേട്ടിട്ട്. 5 വർഷം മുമ്പ് ഞാൻ VH1 പണ്ടെന്ന് കണ്ടു. അപ്പൊ എനിക്ക് BTS ഇഷ്ടമല്ല. എനിക്ക് BTS താല്പര്യം ഇല്ല സമയത്ത്. അപ്പൊ BTSന്റെ ആ സമയത്ത് ആ ട്രാക്ക് ഇട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതൊക്കെ എനിക്ക് ഒരു പ്ലെയിൻസിന്റെ മേളിൽ, ഫ്ലൈറ്റ് അല്ല, മറ്റേ പ്ലെയിൻ ഇല്ലേ, പച്ച പ്ലെയിൻ, ആ പ്ലെയിന്റെ മേളിൽ കിടന്നൊക്കെ പ്ലെയിന്റെ അവിടെ ഡാൻസ് കളിക്കുന്ന തോന്നുന്നു, അതിനാണ് തോന്നുന്നത്. സോ അപ്പൊ എനിക്ക് ഇഷ്ടം, അപ്പൊ എനിക്ക് ഡീസന്റ് ഇഷ്ടപ്പെട്ട ട്രാക്കാണ്. മിനിമം ഒരു 5 വർഷമായിരുന്നു ഉറപ്പാണ് എനിക്കത്. അപ്പൊ അന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട ട്രാക്കായിരുന്നു BTS സേവ് മീ. സോ അപ്പൊ എനിക്ക് ഇവിടെ കേൾക്കണം തോന്നി. അപ്പൊ ഞാൻ ഓർത്ത് ഇപ്പൊ കുറെ നാളായില്ലേ കേട്ടോ. അപ്പൊ എനിക്ക് നിങ്ങളുടെ എന്തായാലും എനിക്ക് ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നി. സോ അതുകൊണ്ട് തന്നെ നമ്മളിന്ന് സേവ് മീ ആയിട്ട് വന്നത്. ഇപ്പൊ കുറെ ആയി സംസാരിക്കുന്നു, ഞാൻ സംസാരിക്കുന്നതിന് വല്ലുണ്ടെങ്കിൽ ഇടയ്ക്കാൻ പറയാം. സോ without further delay, let's dive into the reaction. BTS Save Me. Let's do it. Big hit at the time. I know this song. Vaidira production. Yo, ഈ പാട്ട് പോലെയായി ആദ്യം ജിമ്മിന്റെ വോക്കൽസ്, ജിമിൻഷിയുടെ വോക്കൽസ് ആണല്ലോ. എന്ത് രസമല്ലേ കേൾക്കാൻ. അയ്യോ പൊള്ളി ആ വോക്കൽസ്. പിന്നെ അടുത്ത് പിന്നെ ഒരു ബീറ്റ് വന്നു, JK വരുന്നു, ഒരു രക്ഷയില്ലാത്ത വോക്കൽസ് കേട്ടോ. അയ്യോ ഇത് സത്യം പറഞ്ഞാൽ കുറെ എനിക്കൊന്ന് 5 മേളിലായി. ഞാൻ 5 വർഷം മുമ്പ് കാണാൻ മേ ബി 6 വർഷം ആയിക്കാണ് ഇറങ്ങിയിട്ട്. സോ എനിക്ക് ആ സമയത്ത് ലുക്കൊക്കെ ശരിക്കും മാറിയാണ്. ഇവിടെ കണ്ടിട്ട് മനസ്സിലാവാതെ ശരിക്കും നോക്കേണ്ടത് ജിമിൻഷി എന്ന് അറിയാൻ വേണ്ടി. സോ നല്ല രസമുണ്ട്. നമുക്ക് എന്തായാലും ഇച്ചിരി പുറകോട്ട് കാണാം കേട്ടോ. ആ ജിമ്മിന് വോക്കൽസ് ഉണ്ടല്ലോ, ഡിവൈൻ വോക്കൽസ് ആയിട്ടല്ലോ, രക്ഷയിലാണ്. എനിക്ക് ഒന്നും കൂടെ കേൾക്കണം. അതിന്റെ സോ ഗുഡ്. ഒരു ഓഫീസ് കേട്ടോ. എനിക്കറിയാം ഇപ്പൊ ഒരു പെട്ടെന്നൊരു ബീടോപ്പ് വരാമോ, എനിക്കത് കാണണം, എനിക്ക് ആദ്യമായിട്ട് കാണണം. സോറി ഗൈസ്, നിങ്ങളിപ്പോ ഇത്ര കാണുന്നുണ്ടെങ്കിൽ എനിക്ക് സ്വച്ഛന്നില്ല, എനിക്ക് ആദ്യമായിട്ട് കാണണം. എനിക്കിത് ആദ്യമായിട്ട് കാണുമ്പോൾ ഫസ്റ്റ് ഒരു എന്ത് രസം. ജിമിന് വന്നതും അതിനുശേഷം JK വന്നു, ടേ വന്നതും ജിനു വന്നതും ആ വോക്കൽസ് ഒരു രക്ഷയില്ല. ടേനെ കാണാൻ നല്ല രസമുണ്ട് എന്റെ കേട്ടോ. എനിക്കെന്ന് വെച്ചാൽ ഇവിടെ ഒരു ബേബി ഫേസ് ഫീൽ ചെയ്ത് ടേക്ക് പക്ക രസമുണ്ട്. വീട് ആ ഫേസ് കാണാനാണെങ്കിലും തന്നെ ജിമ്മിന്റെ വോക്കൽസ് ഉണ്ടല്ലോ. അയ്യോ വിഷയ വോക്കൽസ് ആണ് കേട്ടോ, ഒരു രക്ഷയില്ലാത്ത വോക്കൽസ് നമ്മുടെ ജിമ്മിന്റെ.
സോ മോച്ചി ഈ സോങ് എനിക്ക് അന്ന് ഞാൻ ഓർത്ത ഈ സോങ് അടിപൊളി. എനിക്ക് അന്ന് കാരണം BTS ഇഷ്ടമൊന്നുമല്ല, ഇച്ചിരി ഹേറ്റ് ചെയ്യുന്ന സമയം BTS. ആ സമയത്ത് എനിക്ക് അത് കണ്ടപ്പോ വീഡിയോ ഇഷ്ടപ്പെട്ടു, ആ സോങ് എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. എനിക്ക് ലിറിക്സ് ഞാൻ ഭാഗമൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് കേട്ടോ. സോ എന്തായാലും ആയിക്കോട്ടെ കാണാം. സോറി ഗൈസ്, നിങ്ങൾ ആയിക്കോട്ടെ നിങ്ങൾ കണ്ട് സഹിച്ചിരുന്നോണോ? ആ അവസാനം ഫസ്റ്റ് വോക്കൽസ് എനിക്ക് പറയാൻ മേലായിട്ട് എന്ത് പറഞ്ഞു ഈ വിഷയം. ആക്ച്വലി ലിറിക്സ് എത്തിക്കുന്നുണ്ട്. ലിറിക്സ് ആക്ച്വലി ഈ സോങ്ങിൽ നോക്കുന്നില്ല. ഈ ലിറിക്സ് നോക്കാൻ വേറെ എനിക്ക് ഇവന്മാരെ ഫേസസും പിന്നെ ഇവന്മാര് വോക്കൽസ് ഒക്കെ എനിക്ക് പറ്റുന്നില്ല. ലിറിക്സ് നോക്കുന്നില്ല, ആക്ച്വലി ലിറിക്സ് ഒട്ടും നോക്കുന്നില്ല. സോറി, ഞാൻ ലിറിക്സ് ബ്രേക്ക് ഡൗൺ ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല. ആക്ച്വലി എനിക്ക് ഇവരുടെ വോക്കൽസ് ഇവരെ നോക്കാനേ സാധിക്കും. എന്ത് രസമാണ് ഇവരെ കണ്ട്, പ്രത്യേകിച്ച് വീരക്കാട് എന്ത് രസം. JK നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പൊ നാംജു ഫസ്റ്റ് ആണ് ഷുഗർ ആയിരുന്നു, ഇപ്പൊ നാംജുന് മുമ്പ് വന്നത്. നല്ല രസമുണ്ട്. സോങ് ഇസ് സോ ഗുഡ് മാൻ. ലൈക്ക് ഇത്ര നാൾ എന്തൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ സ്പോട്ടിഫൈന്ന് ആപ്പ് ന്യൂസ് ഇട്ട് മാറി. അപ്പൊ ഞാൻ സ്പോട്ടിഫൈയിൽ എനിക്ക് ഫസ്റ്റ് നമ്മൾ ട്രാക്ക് ലൈക്ക് ആ സ്പോട്ടിഫൈയിൽ BTS എടുക്കുമ്പോൾ എന്റെ വരത്തില്ലായിരുന്നു. എനിക്ക് ഞാൻ ശ്രദ്ധിച്ചില്ല, പക്ഷെ ആപ്പിൾ മ്യൂസിക് എടുത്തപ്പോൾ ശ്രദ്ധിച്ചു പെട്ടെന്ന്. അപ്പോഴെനിക്ക് ചെയ്യണം തോന്നിയത്. സോ അടിപൊളിയായിട്ടോ, വോക്കൽസ് ആയിക്കോട്ടെ, എന്ത് രസമായി സോങ് കേട്ടോ. പക്ക അയ്യോ ഇതെല്ലാം ഒപ്പിച്ച് ഇങ്ങനെ പുറകോട്ടേ കാണാം. ആ ഹുക്ക് നൈസ് ക്യാച്ച് ചെയ്യാം. പ്രൊഡക്ഷൻ ആയിക്കോട്ടെ പക്ക പ്രൊഡക്ഷൻ. ഞാൻ പറഞ്ഞു കഴിഞ്ഞൂടെ പറഞ്ഞു കുറെ ക്ലീഷ്യ ബീറ്റ്സ് ഉണ്ടെന്ന്, പക്ഷെ എനിക്ക് അങ്ങനെ വേറെ ലെവല് ബീറ്റ് ഒരു കൊറിയ ആയിക്കോട്ടെ വേറെ ലെവലാട്ടോ. സത്യം വരാമില്ല ഓൾറെഡി. സോ എന്തായാലും ക്രിസ്റ്റി പുറകോട്ട് കാണാം. അവന്റെ ഒരു background
ബാക്ക്ഗ്രൗണ്ടിൽ ആരും ഉണ്ടല്ലോ, എനിക്ക് ഹെഡ്സെറ്റ് വേണമെങ്കിൽ മനസ്സിലാവും. തീർന്നോ? Oh no, shit, I wanted more. Boy meet. Shit, പെട്ടെന്ന് തീരണ്ടായിരുന്നു. ആക്ച്വലി ഞാൻ പറഞ്ഞാൽ മനസ്സിലാക്കി അത്ര എൻജോയ് ചെയ്ത് വരുമായിരുന്നു. പക്ഷെ പാട്ട് പെട്ടെന്ന് തീർന്നു കേട്ടോ. ഇതൊക്കെ ഒരു 5 മിനിറ്റ് സോങ് വേണ്ടായിരുന്നു തോന്നുന്നു. പക്ക സോങ് എന്ത് രസമാണെന്ന് അറിയോ? ഈ ഒരു രക്ഷയില്ല കേട്ടോ. എല്ലാരെയും കാണാൻ കേട്ടോ. ജിമിൻ ആയിക്കോട്ടെ, വി ആയിക്കോട്ടെ, വി പക്കാക്കി കേട്ടോ. JK ജിമിൻ ഹോബിയുടെ ലൈൻസ് ശ്രദ്ധിച്ചില്ല കേട്ടോ. ഞാൻ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണോ അത് ഞാൻ കാണാത്തതുകൊണ്ടാണോ ഹോബി ലൈൻ ശ്രദ്ധിച്ചില്ല കേട്ടോ. ഈ ഹോബിനെ ശ്രദ്ധിക്കാൻ പറ്റിയില്ല. എന്താ പറയുക, ശരിയാണോ? ഹോബിനെ ശ്രദ്ധിച്ചില്ലല്ലോ. ഷുഗർ ശ്രദ്ധിച്ചു, നാംജുനും അത്യാവശ്യം ലൈൻസ് ഉണ്ടായിരുന്നു, JK ജിന്നും ഉണ്ടായിരുന്നു. പക്ഷെ ഹോബിനെ ശ്രദ്ധിച്ചില്ല. അതാ ഹോബി ശ്രദ്ധിക്കാൻ എനിക്കറിയത്തില്ല കേട്ടോ. ഞാൻ എന്താ ശ്രദ്ധിക്കാം? ആകോട്ടെ എന്തെങ്കിലും കമന്റ് സോങ് ബസ്സല്ലേ വേറെ ലെവൽ സോങ് പക്ക ബാങ്ക് കേട്ടോ. എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. ലൈക്ക് ഇച്ചിരിയോടെ ഡാൻസ് കളിച്ചത് അത്ര നല്ല ട്രാക്ക് സേവ് ഇത് രസമുള്ള ട്രാക്ക് അല്ലേ. ഇറ്റ് വാസ് 6 years ago 5 years ago എന്നല്ലേ ഇറങ്ങിയത്. ആൻഡ് സ്റ്റിൽ ദ സോങ് വാസ് സോ ഫയർ. എന്റെ മോനെ വിഷയം. ഞാൻ ആക്ച്വലി കേട്ടിട്ടുണ്ട്, DNA കേട്ടിട്ടുണ്ട്, ഫേക്ക് ലവ്. അതൊന്നും ഞാൻ ചെയ്യാത്ത അതുകൊണ്ടാണ്. അതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അതും കുറെ വർഷം 4-5 വർഷം മുമ്പേ കേട്ടു ട്രാക്സ്. അതൊക്കെ VH1 ബ്ലഡ് വിത്ത് യേഴ്സ് വേണമെങ്കിൽ ചെയ്യാം. കാരണം അത് അതിന് ശേഷം കേട്ടില്ല ട്രാക്കൊന്നും. സോ മേ ബി ഞാൻ വേണമെങ്കിൽ വരുന്ന റിയാക്ഷൻസ് ചെയ്യാം. സോ ഇതായിരുന്നു റിയാക്ഷൻ. അറിയാലോ, എനിക്ക് കൂടുതൽ പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ലിറിക്സ് ശ്രദ്ധിച്ചില്ല കേട്ടോ. എനിക്ക് ലിറിക്സ് എത്തിക്കാനുള്ള ഒരു പേഷ്യൻസ് ഇല്ലായിരുന്നു. ബാങ്കർ ട്രാക്ക് ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. നിങ്ങൾക്ക് റിയാക്ഷൻ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. അടുത്തെന്ന് പറഞ്ഞാൽ കമന്റ് ചെയ്യാം, ചെക്കൗട്ട് ചെയ്യാം. BTS ഇപ്പൊ എന്തായാലും ഞാൻ ഇപ്പൊ അടുത്ത എല്ലാ സ്റ്റാൻഡ് ചെയ്യുന്നുണ്ട്. BTS എന്തായാലും ഇപ്പൊ അടുത്ത 2-3 കുറച്ച് വീഡിയോസ് ആയിട്ട് ഉണ്ടാകത്തുള്ളൂ. സോ നിങ്ങൾ വേറെ എന്തെങ്കിലും വേണ്ടി ജസ്റ്റ് കമന്റ് ചെയ്യുക. സോ see you guys next time. Until then, peace.